നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സന്ദർശക വിസ യുഎഇയിലേക്ക് വരുന്നവർക്ക് കർശന നിർദ്ദേശം നൽകി വിമാന കമ്പനികൾ. ഒമാനിലെ മലയാളി കൂട്ടായ്മകൾ ചേർന്ന് പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ചൂടിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് സംരക്ഷണമൊരുക്കി സൗദി. കുവൈത്തിൽ സ്വകാര്യ മേഖലയിൽ ഇനി ഇരട്ടി സ്വദേശിവൽക്കരണം, മലയാളികൾക്ക് തിരിച്ചടി. സൗദി അറേബ്യയിൽ വാഹനാപകടം, 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 മരണം. പരിസ്ഥിതി സംരക്ഷണം, പുത്തൻ പദ്ധതികളുമായി അബുദാബി. ഗ്യാസ് സിലിണ്ടർ അപകടം, പരുക്കേറ്റ മലയാളി യുഎഇയിൽ അന്തരിച്ചു. സന്ദർശക വിസ യുഎഇയിലേക്ക് വരുന്നവർക്ക് കർശന നിർദ്ദേശം നൽകി വിമാന കമ്പനികൾ. അബുദാബിയിൽ സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ യുഎഇയിലേക്ക് വരുന്നവർക്ക് കർശന നിർദ്ദേശം നൽകി വിമാന കമ്പനികൾ. 6 മാസത്തിൽ കുറയാതെ കാലാവധിയുള്ള പാസ്പോർട്ട്, മടക്ക യാത്രാ ടിക്കറ്റ്, താമസിക്കാൻ ഹോട്ടൽ റിസർവേഷൻ ചെയ്തതിന്റെ രേഖ, യാത്രാ കാലയളവിൽ ചിലവഴിക്കാനുള്ള നിശ്ചിത തുക എന്നിവ കൈവശം വേണമെന്നാണ് നിർദ്ദേശം. 1 മാസത്തെ വിസയിലെത്തുന്നവർ 3000 ദിർഹവും 1 മാസത്തേക്ക് എത്തുന്നവർ 5000 ദിർഹവും കൈവശമുണ്ടായിരിക്കണമെന്നാണ് വിമാന കമ്പനികൾ ട്രാവൽ ഏജന്റുമാർക്ക് നൽകിയ സർക്കുലറിൽ വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിമാന കമ്പനികളായ ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയാണ് ട്രാവൽ ഏജന്റുമാർക്ക് രേഖാമൂലം മുന്നറിയിപ്പ് നൽകിയത്. സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ സന്ദർശിക്കാൻ എത്തുന്നവരുടെ കൈവശം അവരുടെ ഫോൺ നമ്പറും മേൽവിലാസവും താമസ വിവരങ്ങളും ഉണ്ടായിരിക്കണം. മതിയായ രേഖകളില്ലാതെ വരുന്നവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഇൻഡിഗോ എയർലൈൻസ് വ്യക്തമാക്കി. യുഎഇ യാത്രാ നിയമങ്ങൾ കർശനമാക്കിയ സാഹചര്യത്തിലാണ് നടപടി. മതിയായ യാത്രാരേഖകളില്ലാത്തതിന്റെ പേരിൽ ഒട്ടേറെ പേരുടെ യാത്ര മുടങ്ങിയിരുന്നു. യാത്രാ നിയമം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾക്കിടയിലാണ് കൃത്യമായ മാനദണ്ഡങ്ങൾ വിശദമാക്കി ട്രാവൽ ഏജൻസികൾക്ക് വിമാന കമ്പനികൾ സർക്കുലർ അയച്ചത്. കൃത്യമായ യാത്രാരേഖകളും മതിയായ പണവുമില്ലാതെ എത്തുന്നവരെ മടക്കി അയക്കുമെന്ന അറിയിപ്പിലുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഒമാനിലെ മലയാളി കൂട്ടായ്മകൾ ചേർന്ന് പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. മലയാളം മിഷനും വേൾഡ് മലയാളി ഫെഡറേഷനും ഗ്രീൻ ക്ലീൻ കേരളയും ചേർന്ന് ദാർസെയ്ത്ത് ഇന്ത്യൻ സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഡോക്ടർ ജെ രത്നകുമാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഭൗമാപജയത്തിനെ കുറിച്ച് അവബോധം വളർത്താനും സമൂഹത്തിൽ ഹരിത പ്രവർത്തനത്തിന് പ്രചോദനം നൽകാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി അന്തരിച്ച പ്രൊഫസർ ശോഭീന്ദ്രനാഥിന്റെ സ്മരണയ്ക്കായി സ്കൂൾ ക്യാമ്പസിനുള്ളിൽ പൂന്തോട്ടം സ്ഥാപിക്കും. ഈ പ്രതീകാത്മക പ്രവർത്തനങ്ങൾ വരും തലമുറയ്ക്ക് മാതൃകയാകുമെന്നും നമ്മുടെ ഭൂമി ഹരിതവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിനായി ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളെ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി മലയാളം മിഷനുമായും ഗ്രീൻ കേരളയുമായും സഹകരിക്കുന്നതിൽ വേൾഡ് മലയാളി ഫെഡറേഷന് അഭിമാനമുണ്ടെന്നും ഡോക്ടർ രത്നകുമാർ പറഞ്ഞു. ആഗോള മലയാളി ഓൺലൈൻ ഹരിത സംഗമത്തിന്റെ ഉദ്ഘാടനവും ഡോക്ടർ രത്നകുമാർ നിർവഹിച്ചു. ചടങ്ങിൽ ദാർസെയ്ത്ത് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ അമർ ശ്രീവാസ്തവ, സ്കൂൾ മാനേജ്മെന്റ് കൺവീനർ നിഷാന്ത്, വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ കൌൺസിൽ പ്രസിഡന്റ് ജോർജ് രാജൻ, സെക്രട്ടറി ഷെയ്ഖ് റഫീഖ്, വേൾഡ് മലയാളി ഫെഡറേഷൻ മസ്കത്ത് കൌൺസിൽ പ്രസിഡന്റ് ശ്രീകുമാർ, മലയാളം മിഷൻ ഒമാൻ ചാപ്റ്റർ സെക്രട്ടറി അനു ചന്ദ്രൻ, ട്രഷറർ ശ്രീകുമാർ, ആഗോള മലയാളി ഓൺലൈൻ ഹരിത സംഗമം ഒമാൻ കോർഡിനേറ്റർ നിഷ പ്രഭാകരൻ, മലയാളം മിഷൻ ഭാഷാധ്യാപിക ആൻസി എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കത്ത്. ചൂടിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് സംരക്ഷണമൊരുക്കി സൗദി. ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനം കടുത്ത ചൂടിൽ 45 മുതൽ 48 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഹജ്ജ് അനുഷ്ഠാന ദിനങ്ങളിലെ ശരാശരി താപനിലയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പകൽ ഉഷ്ണക്കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഹജ്ജ് അനുഷ്ഠാന കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, പ്രധാന റോഡുകൾ എന്നിവിടങ്ങളിൽ 24 മണിക്കൂറും കാലാവസ്ഥ നിരീക്ഷിക്കും. മൊബൈൽ റഡാറുകളും സ്റ്റേഷനുകളും വഴി അന്തരീക്ഷ പാളികളും നിരീക്ഷിച്ച് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകും. ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് സേവനം നൽകാൻ മിനായിൽ പ്രത്യേക കേന്ദ്രം സജ്ജമാക്കി. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ദിവസേന കാലാവസ്ഥാ ബുള്ളറ്റിനും നൽകും. മക്കയിലും മദീനയിലും സാധാരണത്തതിനേക്കാൾ ഉപരിതല താപനില കൂടുമെന്ന് ഹജ്ജ് കാര്യങ്ങളുടെ ജനറൽ സൂപ്പർവൈസർ അബ്ദുൽ അസീസ് അൽ ഹർബി പറഞ്ഞു. തീർത്ഥാടകർ സഞ്ചരിക്കുന്ന പാതകൾ തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഊർജിതമാക്കി. ചൂടിന് ശമനം ലഭിക്കാൻ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഫാനുകളും ഇടതടവില്ലാതെ പ്രവർത്തിക്കും. തീർത്ഥാടകർക്ക് ഹറം കാര്യവകുപ്പ് സൗജന്യമായി കുട വിതരണം ചെയ്തുവരുന്നു. ന്യൂസ് ഡെസ്ക്,
സഹ്യ ന്യൂസ്, മക്ക. കുവൈത്തിൽ സ്വകാര്യ മേഖലയിൽ ഇനി ഇരട്ടി സ്വദേശിവൽക്കരണം, മലയാളികൾക്ക് തിരിച്ചടി. കുവൈറ്റ് സിറ്റിയിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ഇരട്ടിയാക്കാൻ കുവൈത്ത് ആലോചിക്കുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങുന്ന മുഴുവൻ സ്വദേശികൾക്കും സർക്കാർ ജോലി ലഭ്യമാക്കാൻ സാധിക്കാത്തതിനാലാണ് സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം ഊർജിതമാക്കുന്നത്. നിലവിൽ സ്വകാര്യ മേഖലയിൽ 25% സ്വദേശികളെ നിയമിക്കണമെന്നാണ് നിയമം. ഇത് 50% പദ്ധതി. എന്നാൽ പെട്രോളിയം മേഖലയിൽ 30% നിന്നും 60% ഉയർത്തും. ഇത് സംബന്ധിച്ച് സ്വകാര്യ പെട്രോളിയം മേഖലാ യൂണിയനുകളുമായി മാനവശേഷി അതോറിറ്റി ഉപമേധാവി നജാദ് അൽ യൂസഫ് ചർച്ച നടത്തി. സ്വദേശിവൽക്കരണം നടപ്പാക്കാത്ത കമ്പനികളുടെ ഫയൽ റദ്ദാക്കും. പിഴ 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും സൂചനയുണ്ട്. എന്നു മുതൽ നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും സ്വദേശിവൽക്കരണം ശക്തമാകുന്നതോടെ മലയാളികൾ ഉൾപ്പെടെ വിദേശികളുടെ ജോലി സാധ്യതയ്ക്ക് മങ്ങലേൽക്കും. സ്വദേശികൾക്ക് 3-4 ഇരട്ടി ശമ്പളം നൽകേണ്ടതിനാൽ വിദേശികളുടെ ചെറുകിട കമ്പനികളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കുമെന്നും ആശങ്കയുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. സൗദി അറേബ്യയിൽ വാഹനാപകടം, 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 മരണം. സൗദി അറേബ്യയുടെ ദക്ഷിണ പ്രവിശ്യയായ അസീറിലെ മാഹായിലിൽ പിക്കപ്പും വാട്ടർ ടാങ്കറും കൂട്ടിയിടിച്ച പിക്കപ്പ് യാത്രക്കാരായ 2 വിദ്യാർത്ഥികളും 3 വിദേശികളും മരണപ്പെട്ടു. മരിച്ച വിദ്യാർത്ഥികൾ സഹോദരങ്ങളാണ്. ഇക്കൂട്ടത്തിൽ ഒരാൾ ഇന്റർമീഡിയറ്റ് 2ാം ക്ലാസ്സിലും രണ്ടാമൻ ഇന്റർമീഡിയറ്റ് 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. അപകടത്തിൽ പിക്കപ്പ് പൂർണ്ണമായും തകർന്നു. അസീർ പ്രവിശ്യയിലെ തന്നെ റിജാൽ അൽമയിലുണ്ടായ മറ്റൊരു അപകടത്തിൽ അധ്യാപകൻ മരണപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. പരിസ്ഥിതി സംരക്ഷണം, പുത്തൻ പദ്ധതികളുമായി അബുദാബി. പരിസ്ഥിതി സംരക്ഷണം മുൻനിർത്തി പുത്തൻ പദ്ധതികൾ അവതരിപ്പിക്കാനൊരുങ്ങി അബുദാബി. എമിറേറ്റിലുടനീളം സസ്യങ്ങളുടെ സംരക്ഷണത്തിനായി കഠിനമായി പ്രവർത്തിക്കുമെന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസി അധികൃതർ പറഞ്ഞു. ഭൂമി പുനരുദ്ധരിക്കൽ, മരുഭൂവൽക്കരണവും വരൾച്ചയും പ്രതിരോധിക്കുക എന്ന പ്രമേയത്തിനാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി ഏജൻസി ആചരിച്ചത്. പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കാനും വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനുമാണ് പദ്ധതികൾ ലക്ഷ്യമിടുന്നതെന്ന് EAD സെക്രട്ടറി ജനറൽ ഡോക്ടർ ഷൈഖ സലേം അൽ ദഹേരി പറഞ്ഞു. നശിച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങളെ സംരക്ഷിക്കുക ലക്ഷ്യമിട്ട് ഷൈഖ് സായിദ് സംരക്ഷിത മേഖലയിൽ ഒട്ടേറെ പദ്ധതികൾ ഏജൻസി നടപ്പാക്കുന്നുണ്ട്. ഗാഫ്, സമർ, സിദർ വൃക്ഷങ്ങളെ പരിപാലിക്കാനായി പുതുതായി നേറ്റീവ് ട്രീ ടാഗിംഗ് പദ്ധതി ആരംഭിച്ചു. സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിലും സംരക്ഷിത പ്രദേശങ്ങളിലുമുള്ള 1,00,000 മരങ്ങളെ ടാഗ് ചെയ്ത് സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. പരിസ്ഥിതിക്കായി സുസ്ഥിര സമ്പ്രദായങ്ങൾ നടപ്പാക്കും. വിവിധ പ്രദേശങ്ങളിൽ പാരിസ്ഥിതിക പഠനത്തിനായി ഡ്രോണുകൾ വിന്യസിക്കുന്ന പദ്ധതികളും EAD ആരംഭിച്ചിട്ടുണ്ട്. UAEയിലെ പ്രധാന പ്രാദേശിക കാർഷിക ഇനങ്ങളുടെ വിത്തുകളും കോശങ്ങളും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ് സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട്. സംരക്ഷിത പ്രദേശങ്ങളിലെ 1500 ഹെക്ടറിൽ സസ്യങ്ങൾ വളർത്താനും EADക്ക് പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഗ്യാസ് സിലിണ്ടർ അപകടം, പരുക്കേറ്റ മലയാളി UAEയിൽ അന്തരിച്ചു. അബുദാബിയിൽ ഉമ്മുൽ ഖുവൈനിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. മലപ്പുറം ചെട്ടിപ്പടി സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മരിച്ചത്. പാചകവാതക പൈപ്പ് എലി കടിച്ചതിനെ തുടർന്ന് ഗ്യാസ് ചോർന്ന് തീപിടിക്കുകയായിരുന്നു. ഗുരുതര പൊള്ളലേറ്റ അബ്ദുൾ റഹ്മാനെ ആദ്യം ഉമ്മുൽ ഖുവൈൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് അബുദാബി മക്രഫ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരിച്ചു. 27 വർഷമായി പ്രവാസിയായ ഇദ്ദേഹം ഉമ്മുൽ ഖുവൈനിൽ മധുരപലഹാരവും വിൽക്കുന്ന കട നടത്തിവരികയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിച്ച് കബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. UAEയിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.